ഹായ് മക്കിൾസ്, നമ്മുടെ ആനുവൽ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അടുത്ത എക്സാമിന് ഇനി അധികം സമയങ്ങളില്ല, നമ്മുടെ മുന്നിൽ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാതെ എൻ്റെ കുട്ടികൾ ഒരാൾ പോലും പരീക്ഷാ ഹാളിൽ പോവരുത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് വോളിയത്തിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളെ റിലേറ്റീവ് ഡെൻസിറ്റി, ആപേക്ഷിക സാന്ദ്രത. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യാണ്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇങ്ങോട്ട് മാത്രം ശ്രദ്ധിക്കുക. സംസാരിക്കുന്ന JK ആണ് നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത എപ്പോഴും ഈ ഉപകരണത്തിന്റെ പേരെന്താന്ന് പറയുക. നമുക്കറിയാം ഈ ഉപകരണത്തിന്റെ പേരെന്താണ്, ഹൈഡ്രോമീറ്റർ. എന്താ പേര് പറയുക, ഹൈഡ്രോമീറ്റർ. അത് ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ഇതിന്റെ ഉപയോഗം എന്തായിരിക്കണം, ആപേക്ഷിക സാന്ദ്രത, റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ ഹൈഡ്രോമീറ്റർ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ അതിലൊന്നും ആർക്കും ഒരു കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ നമ്മൾ ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, ചിലപ്പോൾ ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ഇങ്ങനത്തുള്ള ചിത്രങ്ങളായിരിക്കാം. ഈ ചിത്രത്തിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ആരും പേടിക്കേണ്ട, നമ്മൾ പഠിക്കേണ്ട പോയിന്റ് ഇത് മാത്രമുള്ളൂ. നോക്കുക, ഈ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ നമുക്ക് ഈ 3 പിക്ചറിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് ഹൈഡ്രോമീറ്റർ ഇങ്ങനെ വെള്ളത്തിൽ താഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിലാണെങ്കിൽ അതിലെ റീഡിങ് എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും ഓർത്ത് വയ്ക്കുക. അപ്പോൾ വെള്ളത്തിലാണ് നമ്മളൊരു ഹൈഡ്രോമീറ്റർ താഴ്ത്തി വെച്ചിരുന്നെങ്കിൽ അതിൻ്റെ എപ്പോഴും അതിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി എപ്പോഴും എത്രയായിരിക്കും, 1 ആയിരിക്കും ഓർത്ത് വയ്ക്കുക. ഇനി സലൈൻ വാട്ടർ ആണെങ്കിൽ, ഉപ്പുവെള്ളമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് 1നേക്കാൾ കൂടുതലുള്ള വലിയൊരു സംഖ്യയാണ് നമുക്ക് വരിക. അതുകൊണ്ടാണ് ഇവിടെ ഈ നമ്മളെ ഹൈഡ്രോമീറ്ററിൽ 1 എന്നുള്ള ഭാഗം കുറച്ച് ഉയർന്നിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾക്ക് വേറെയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. എന്താണ്, സാന്ദ്രത കൂടിക്കഴിഞ്ഞാൽ, ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ ബൊയൻസി ഫോഴ്സ്, പ്ലവക്ഷേപ ബലം കൂടും. അതുകൊണ്ട് ഈ ഹൈഡ്രോമീറ്റർ ഒന്നുകൂടി ഉയരത്തിലേക്ക് പൊങ്ങും. അപ്പോൾ അതിൻ്റെ റീഡിങ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. അപ്പോൾ 1നേക്കാൾ വലിയ സംഖ്യ ആയിരിക്കും ഇതിനകത്ത് ഓർത്തേക്കുക. ഇനി കെറോസിൻ, മണ്ണെണ്ണയാണെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി, സാന്ദ്രത കുറവാണ്. അപ്പോൾ അതിൻ്റെ പ്ലവക്ഷേപ ബലം, ബൊയൻസി ഫോഴ്സ് കുറവായിരിക്കും. അതുകൊണ്ട് അത് താഴ്ന്നു പോകുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 1നേക്കാൾ ചെറിയ സംഖ്യ ആയിരിക്കും. അപ്പോൾ ഈ ചിത്രത്തിന് മനസ്സിലാക്കേണ്ടത് മുകളിലേക്ക് പോകുമ്പോൾ അതായത് കണ്ടില്ല, ഇവിടെ 1 അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ റീഡിങ് 1, അതായത് ആപേക്ഷിക സാന്ദ്രത ജലത്തിൻ്റെ 1 ആണ്. ഇനി സലൈൻ വാട്ടർ ആണെങ്കിൽ 1നേക്കാൾ കൂടുതലാണെന്ന് ഓർത്തിരിക്കുക, മണ്ണെണ്ണയാണെങ്കിൽ 1നേക്കാൾ കുറവായിരിക്കും. ഇതാണ് നമ്മൾ ഈ ചിത്രത്തിന് മനസ്സിലാക്കണം. അപ്പോൾ അതുമായി ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് വെച്ചൊരു പ്രോബ്ലം ചെയ്യാന്നുള്ളതാണ്. നമുക്ക് തന്നിട്ടുള്ള എന്താണ്, റിലേറ്റീവ് ഡെൻസിറ്റി. നമുക്ക് ഈ ഇക്വേഷൻ പഠിക്കണം, ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നാണ്. ആപേക്ഷിക സാന്ദ്രത എന്നാൽ ആ ഇക്വേഷൻ ഇപ്പൊ തന്നെ പഠിച്ചേക്ക്, എന്താണ്, വസ്തുവിന്റെ സാന്ദ്രത ബൈ ജലത്തിന്റെ സാന്ദ്രത. ഇതെന്തായാലും പഠിച്ചു വയ്ക്കാൻ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഉപ്പുവെള്ളത്തിന്റെ ആപേക്ഷിക സാന്ദ്രത 1.025. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, 1നേക്കാൾ കൂടിയ വലിയൊരു സംഖ്യയാണ്. ഇനി ഉപ്പുവെള്ളത്തിന്റെ സാന്ദ്രത കണക്കാക്കാൻ, അങ്ങനെയെങ്കിൽ ഉപ്പുവെള്ളത്തിന്റെ സാന്ദ്രത എത്ര ആയിരിക്കും എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ജലത്തിന്റെ സാന്ദ്രത എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്, 1000 kg/m³ എന്നാണ് കേട്ടോ. ഇവിടെ പ്രിന്റിംഗിൽ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. ഇനി അടുത്ത് നോക്കുക, നമുക്ക് അതല്ലെങ്കിൽ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്, റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സലൈൻ വാട്ടർ ഈസ് 1.025 നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് സലൈൻ വാട്ടർ, നമ്മുടെ ഉപ്പുവെള്ളത്തിന്റെ സാന്ദ്രത എത്രയെന്ന് കണ്ടെത്തണം. അത് കണ്ടെത്താൻ നമുക്കൊരു ഹിന്റ് എന്ത് തന്നിട്ടുണ്ട്, ഗിവൺ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് 1000 kg/m³. ഇത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയെങ്കിൽ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഡെൻസിറ്റി, ആപേക്ഷിക സാന്ദ്രത. ഞാൻ ഇപ്പോൾ മലയാളത്തിൽ എഴുതുന്നില്ല. ആപേക്ഷിക സാന്ദ്രത എന്നാൽ ഡെൻസിറ്റി ഓഫ് സലൈൻ വാട്ടർ, അതായത് ഉപ്പുവെള്ളത്തിന്റെ സാന്ദ്രത ബൈ ജലത്തിന്റെ സാന്ദ്രത. ഇതാണ് നമ്മൾ ഇക്വേഷൻ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഉപ്പുവെള്ളത്തിന്റെ എന്താണ് ആപേക്ഷിക സാന്ദ്രത, റിലേറ്റീവ് ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 1.025. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ഇക്വേഷനിൽ ഇത് നമുക്ക് തന്നിട്ടുണ്ട്, എത്ര തന്നിട്ടുള്ളത്, 1.025 ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു, ഇനി ഡെൻസിറ്റി ഓഫ് സലൈൻ വാട്ടർ അതാണ് നമുക്ക് കാണേണ്ടത്. അതുകൊണ്ട് എന്താണ്, ഡെൻസിറ്റി ഓഫ് സലൈൻ വാട്ടർ നമുക്ക് കണ്ടെത്താൻ, അത് അങ്ങനെ തന്നെ എഴുതി വെച്ചു. മക്കളെ ശ്രദ്ധിക്കുക, ഈ മുകളിലുള്ള ആ ഉപ്പുവെള്ളത്തിന്റെ സാന്ദ്രതയാണ് നമുക്ക് കാണേണ്ടത്. അതുകൊണ്ട് ഞാനത് മുകളിൽ തന്നെ വെച്ചു. ബൈ താഴെ നമുക്ക് തന്നിട്ടുണ്ട് ഡെൻസിറ്റി ഓഫ് വാട്ടർ, അത് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, 1000 തന്നിട്ടുണ്ട്.
1000 kg/m³ ആണ് അല്ലേ? അങ്ങനെയെങ്കിൽ നോക്കുക, ക്വസ്റ്റ്യനിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഈ റിലേറ്റീവ് ഡെൻസിറ്റി ആപേക്ഷിക സാന്ദ്രത നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് ഞാൻ ഇതേ ഭാഗത്ത് തന്നെ എഴുതി വെച്ചു. ഇനി ഡെൻസിറ്റി ഓഫ് സലൈൻ വാട്ടർ കാണണം, അതായത് ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത കാണാം, അത് ഞാൻ മുകളിൽ അങ്ങനെ തന്നെ എഴുതി. ബൈ നമുക്കറിയാവുന്ന അടുത്തൊരു കാര്യം എന്താണ്, ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 1000 നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത കാണാൻ പറഞ്ഞാൽ ഇതിനിവിടെ നിർത്തിയിട്ട് ഇത് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ? ഹരിക്കണം എന്നുള്ള സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണിക്കണം എന്നായിട്ട് മാറുന്നു. അങ്ങനെയെങ്കിൽ മക്കളെ നോക്കൂ, 1.025 × 1000 1000 ഈക്വൽ ടു എന്താണ്, ഡെൻസിറ്റി ഓഫ് സലൈൻ വാട്ടർ. മക്കൾ എഴുതിയാൽ മനസ്സിലായോ? ഒന്നുമില്ല, ഞാനിവിടെ താഴെയുള്ള സംഖ്യ എന്ത് ചെയ്തു, ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 1.025 × 1000, അങ്ങനെയെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ മതി, അത്രയും 0 ചേർത്താൽ മതി അല്ലേ? അപ്പോൾ നമ്മൾ ആൻസർ എത്ര കിട്ടി? 1.025 × 1000 എന്ന് പറഞ്ഞാൽ ഇതിനെ നേരെ എന്ത് ചെയ്യുക, 1000 കൊണ്ടൊരു ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 3 സ്ഥാനം മാറ്റി അങ്ങോട്ടൊരു പോയിന്റ് ഇട്ടാൽ മതി അല്ലേ? 3 സ്ഥാനം മാറ്റി ഇങ്ങോട്ടൊരു പോയിന്റ് ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടി? 1025. നമ്മൾ ആൻസർ എത്ര കിട്ടി? kg/m³. മക്കളെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. നോക്കുക, വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. എന്താ നമ്മൾ ചെയ്തത്? നമുക്ക് ഏത് 2 എണ്ണം തന്നിട്ട് ഒന്ന് കാണാൻ പറയും. അപ്പോൾ ഇവിടെ ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത കാണാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ ഡെൻസിറ്റി എങ്ങോട്ട് കൊണ്ടുപോയാൽ, അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ 1.025 സമം ഡെൻസിറ്റി ഓഫ് സലൈൻ വാട്ടർ ബൈ 1000, ഈ 1000 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നേരെ ഗുണിക്കുന്നു. അങ്ങനെയെങ്കിൽ 1.025 1000 ഗുണിക്കാനും 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ നോക്ക്, നമുക്ക് ആൻസർ എത്ര കിട്ടി? 1025 kg/m³. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി കണ്ടെത്താനായി. മക്കൾ, അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കണം മക്കൾസെ. അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത എക്സാം നല്ല ഉഷാറായിട്ട് എഴുതാൻ പറ്റട്ടെ. എല്ലാവർക്കും ആൾ ദി ബെസ്റ്റ്.